ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ വിചാരിക്കേണ്ട ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള 3 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ വന്നിട്ട് ഒരു കുട്ടി ഫേസ് പാക്ക് ആണ് കേട്ടോ. ഫേസ് പാക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന്. ഒന്നുമല്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള 3 സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ഫേസ് നല്ല ഗ്ലോയും ഫെയറും ഒക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ഹാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിൻ്റെ അവിടെ തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അവിടെ 3 ഓപ്ഷൻ വരും. അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതുമായിരിക്കും. മിസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് അപ്പം തന്നെ ടക്കേന്നെടുത്ത് കാണാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ പാക്കിൽ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള 3 സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്കൊരു 3/4 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞൾ പൊടിച്ചതിട്ട് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ മഞ്ഞൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് നമുക്ക് അതിൻ്റെ ഒരു പരുവത്തിന് നമ്മൾ ഈ ഒരു പാക്കിൻ്റെ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കാൻ പാകത്തിനുള്ള തൈര് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേയായിട്ട് നിങ്ങൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. തൈര് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് 3ഉം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ കടലമാവൊക്കെ ഇടയ്ക്ക് കട്ടയായിട്ടൊക്കെ എടുക്കും. അതൊക്കെ നല്ലതുപോലെ ഉടച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരെ നിങ്ങളത് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴുകി ഇറങ്ങി പോകാൻ പാടില്ല. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്കിപ്പം ഇത് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു രീതിക്ക് തന്നെ നിങ്ങളത് റെഡിയാക്കി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഒത്തിരി ഇങ്ങനെ തിക്കായിട്ട് ഇരിക്കാൻ പാടില്ല, എന്നാൽ ഒത്തിരി ലൂസായിട്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഒരു രീതിക്ക് തന്നെ റെഡിയാക്കി എടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഒഴുകി ഇറങ്ങാൻ പാടില്ല. നമ്മുടെ അവിടെ ഇരുന്ന് നമ്മുടെ സ്കിന്നിൽ ഇരുന്ന് നമ്മുടെ സ്കിന്നിനോട് അത് നല്ല യോജിച്ച് നമുക്ക് ആ ഒരു രീതിക്ക് വരണം. എങ്കിലും നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമുക്ക് നല്ല ഫെയറും ഗ്ലോയിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ എഫക്റ്റ് ചെയ്യാൻ പാകത്തിന് തന്നെ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ഈ രീതിക്ക് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഒത്തിരി നമുക്ക് ഈ ഒരു പരുവത്തിലായി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ തൈര് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ് നമ്മുടെ നാരങ്ങ എന്ന് പറയുന്നത്. നാരങ്ങയുടെ ജ്യൂസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒരു മുറി നാരങ്ങയുടെ ജ്യൂസിൽ കൂടുതൽ ആഡ് ചെയ്യാനും പാടില്ല കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടില്ല. ഞാൻ പൊതുവേ യൂസ് ചെയ്യാറ് ഈ 3 സാധനങ്ങൾ കൂട്ടിയിട്ടാണ്. അപ്പം ഞാൻ അത് തന്നെ എടുത്തിട്ടുള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്ന കടലമാവ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കസ്തൂരി മഞ്ഞളാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾ വേണമെങ്കിൽ എടുക്കാം. കസ്തൂരി മഞ്ഞളാണ് കുറച്ചുകൂടി നല്ലത്. അപ്പം ഞാൻ കസ്തൂരി മഞ്ഞൾ, പിന്നെ എടുത്തിരിക്കുന്ന തൈരാണ്. ഇത് 3ആണ് നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പം നമ്മളിതാ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഹെയറൊക്കെ ഒന്ന് കെട്ടി വയ്ക്കുക. ഹെയർ കെട്ടി വയ്ക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഹെയറിലൊന്നും ഇത് പറ്റാൻ പാടില്ല. കാരണം മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട്. മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഹെയർ പോകുന്നതാണ് പറയണത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പറ്റിക്കാൻ പാടില്ല. നമ്മൾ ഹെയർ നല്ലപോലെ കെട്ടി വയ്ക്കുക. അതിനുശേഷം ഫേസിലും കഴുത്തിലും അതുപോലെ തന്നെ ചെവിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്തിട്ടാലും കഴുത്തിലും ചെവിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പം ഇതാ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ട്. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഗോവയ്ക്ക് പോയിട്ട് വന്നപ്പോൾ മേടിച്ചിട്ട് വന്നതാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇങ്ങനെ. പിന്നെ ഇതാണല്ലോ ഇപ്പോൾ ഒരു ട്രെൻഡ്. ഇപ്പം ഇങ്ങനെ ഈറൊക്കെ ഉള്ളൊരു സാധനം ട്രെൻഡാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്കിതിങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ആദ്യം തന്നെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഇതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം ഇത് വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിൽ അതും കൊണ്ട് കാര്യമുള്ളൂ. കാരണം ഒത്തിരി ഒഴുകി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല കേട്ടോ. ഈ ഫേസ് പാക്കിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഓയിലൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല സ്കിൻ ഫെയറും ഗ്ലോയും ഒക്കെ ആക്കി നിലനിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കടലമാവിൻ്റെ ഉപയോഗങ്ങൾ വളരെ കൂടുതലാണ്.
നമ്മുടെ സ്കിന്നിലെ ഓയിൽ കൺട്രോൾ ചെയ്യാനും നമ്മൾക്കിപ്പോൾ ഒരു പിമ്പിളൊക്കെ വരാൻ പോവുകയാണെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനും നമ്മുടെ ഫേസൊക്കെ നല്ല ലൈറ്റനിങ് ബ്രൈറ്റനിങ് ഒക്കെ എഫക്റ്റൊക്കെ കൊടുക്കാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ കടലമാവ്. നമ്മൾ രണ്ടാമത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റായ മഞ്ഞൾപ്പൊടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊരു ആൻറ്റി ഇൻക്രിമെൻറ്റിങ് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല കളറ് നൽകാനും നമ്മുടെ മുഖത്തെ പാടൊക്കെ പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിൽ ആൻറ്റി ബാക്ടീരിയ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയും ചെയ്യും. നമ്മളിതിൽ മൂന്നാമതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന തൈരിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിലോ, തൈരിൽ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ലാക്റ്റിക് ആസിഡ്, കാൽസ്യം, വിറ്റാമിൻ ഇ കോംപ്ലക്സ് എന്നിവയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അത് നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ ഇങ്ങനെ ചുളിവ് പോലെയൊക്കെ ചിലവരുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ചുളിഞ്ഞൊക്കെ ഇരിക്കത്തില്ല, അതൊക്കെ മാറാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ തൈര്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ മുഷിഞ്ഞ് വീട്ടിലിരിക്കുന്നതിലും എന്തുകൊണ്ട് നല്ലതാണ് നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് വേണ്ടി ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും നല്ല മാറ്റങ്ങൾ വരിക എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ്. വെറുതെ നിങ്ങൾ ശരീരം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും നോക്കാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിൽ എന്ത് നല്ലതാണ് ഇങ്ങനെയുള്ള കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അവിടെ ഫേസൊക്കെ വെളുപ്പിക്കാൻ പറ്റും എന്നുള്ളത് എന്തുള്ള കാര്യമാണല്ലേ. അപ്പം നിങ്ങളിത് എന്താണെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കണം, പരീക്ഷിച്ച് നോക്കുക, നല്ല മാറ്റം ഉണ്ടാവും. കാരണം ഞാൻ എൻ്റെ പഴയ പിക്കും ഇപ്പം എൻ്റെ ഫേസ് കാണാമല്ലോ, അപ്പം ഞാൻ എൻ്റെ പഴയ പിക്ക് ഞാൻ കൊടുക്കാട്ടോ. ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാറ്റം, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, അത് ഞാൻ ഷുവർ തരുവാണ്. നിങ്ങൾക്ക് എന്തായാലും ഇതും കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഉണ്ടായി കഴിയുമ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ. അപ്പം നിങ്ങൾ ഇതിപ്പം ഓഫീസിൽ പോണതിന് മുന്നേ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോണതിന് മുന്നേക്കാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും അപ്ലൈ ചെയ്യും. ഇതിന് വേണ്ടിയിട്ടൊരു കുറച്ച് സമയം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിലെ ജോലിയാണെങ്കിലും പഠിക്കാനാണെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പം ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ഫേസ് നല്ല ഗ്ലോയിങ് ഫെയറും ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഗ്ലോയിങ് ഫെയറും ഒക്കെ ആയിട്ട് കിട്ടും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസും ആണ്, നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. എൻ്റെ വാക്കാണ്, ഇതെന്തായാലും നല്ല മാറ്റം ഉണ്ടാകും. അപ്പം നമുക്കിത് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് കഴുകി കഴിഞ്ഞിട്ടുള്ള മാറ്റം നമുക്ക് ആദ്യം തന്നെ കാണാം. നമുക്ക് ഒറ്റ യൂസിലുള്ള മാറ്റമാണ് ഞാൻ നിങ്ങളെ കാട്ടിത്തരുന്നത്. ഒറ്റ യൂസിലുള്ള മാറ്റം നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഹലോ, അതേ ഞാൻ ഫേസൊക്കെ കഴുകി വന്നിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഫേസിൽ വെള്ളം ഒഴിച്ച് തണുത്ത വെള്ളമാണ് ഞാൻ യൂസ് ചെയ്ത്, നല്ല തണുത്ത വെള്ളമാണ് യൂസ് ചെയ്ത്. നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്ത് ഫേസ് നല്ലപോലെ കഴുകി തുടച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് ഒന്ന് മാറിയിട്ടോ, കാരണം കഴുകി കഴിഞ്ഞപ്പോഴത്തേനും ഡ്രസ്സിൽ ആകെ വെള്ളമായി. പിന്നെ ഞാൻ ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് അതിലപ്പുറം ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഫേസിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. മുന്നേ ഞാൻ കുറച്ച് കോമ്പാക്ട് പൗഡർ എങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൽ ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ ഫേസ് മുന്നത്തേതിലും നല്ല പോലെ ഗ്ലോയും ആയിട്ടുണ്ട്, നല്ല പോലെ കുറച്ചുകൂടെ ബ്രൈറ്റും ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒറ്റ യൂസിലാണ് ഇത്രയും ചേഞ്ച് എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇതുകൊണ്ട് 100% ഷുവറാണ് നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. മെയിനായിട്ട് നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ന്യൂ വീഡിയോസ് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻസ്, നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ആയിരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെലൈക്കണം കൂടി ഞാൻ എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ 3 ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പം തന്നെ ടക്കേന്ന് കാണാനും പറ്റുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇന്നിതാ അവസാനിക്കുകയാണ്. അടുത്ത ഒരു കിടുക്കാച്ചി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ.